കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിച്ചതിൽ പ്രതി സെബാസ്റ്റ്യനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. ഐസിയുവിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ചും മാനസിക നില സംബന്ധിച്ചും പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസമാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിനെ നേരെ ആക്രമണമുണ്ടായത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, ഇപ്പോഴും ഇയാൾ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? മാധു, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗി നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിച്ച സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തെങ്കിൽ പോലും തൽക്കാലം പ്രതി അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും ഒപ്പം തന്നെ ഈ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസിന്റെ കേസ്. എന്തായാലും രോഗി നിലവിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് വേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. ഇയാൾ പുറത്തിറങ്ങിയതിനു ശേഷം രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കാമെന്നാണ് നിലവിൽ പോലീസിന്റെ ആലോചന. ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്ന് ഡോക്ടറിൽ നിന്ന് റിപ്പോർട്ട് പോലീസ് എന്തായാലും വാങ്ങിക്കും. ഇത്തരം റിപ്പോർട്ട് വേണമെന്ന ആവശ്യം പോലീസ് ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിന് നേരെ ഇത്തരത്തിൽ ഈ പ്രതി സെബാസ്റ്റ്യൻ ആക്രമണം നടത്തിയത്. ഇദ്ദേഹം ഐസിയുവിൽ ഓടി നടക്കുകയും മറ്റു രോഗികൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ഈ രോഗിയെ ബെഡിൽ കിടത്തി. ഇതിന്റെ വിരോധത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പരിക്കേറ്റ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബു ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. ഈ ആരോഗ്യസ്ഥിതി കൂടി നോക്കിയതിനു ശേഷമായിരിക്കും നിയമ നടപടികളിലേക്ക് കടക്കുക.